സന്തോഷമുള്ള മനസ്സിലെ സന്തോഷമുള്ള മുഖം ഉണ്ടാവുകയുള്ളൂ, സൗന്ദര്യമുള്ള മുഖം ഉണ്ടാവുകയുള്ളൂ. മനസ്സിൻ്റെ സന്തോഷം തന്നെയാണ് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. എങ്ങനെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ. യഥാർത്ഥത്തിൽ എന്താണ് സന്തോഷം? സന്തോഷം അവരവരുടെ കാഴ്ചപ്പാടുകളാണ്. അവരവരുടെ മനസ്സിൽ എങ്ങനെ സന്തോഷം, അവർക്ക് ഉന്മേഷം കിട്ടുന്നു, ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് വരുന്നു, അതാണ് സന്തോഷം. എല്ലാവരുടെയും സന്തോഷങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടാകാം. ചിലവർക്ക് ഫാമിലിയുടെ കൂടെ ഒരു ടൂറ് പോകുന്നതായിരിക്കും സന്തോഷം, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒരു ചായ കുടിച്ചിരിക്കുന്നതായിരിക്കും സന്തോഷം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതായിരിക്കും സന്തോഷം. ചിലവർക്ക് സൗന്ദര്യം നിലനിർത്തുന്നതായിരിക്കും അവരുടെ സന്തോഷം. അങ്ങനെ സന്തോഷത്തിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ആ സൗന്ദര്യവും സന്തോഷവും എല്ലാം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകളാണ് എന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇന്ന് നമുക്ക് സന്തോഷത്തെ നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി കുറേ പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മുടെ ചാനൽ തന്നെ ബ്യൂട്ടിയും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ സൗന്ദര്യത്തിലേക്കുള്ള കാൽവയ്പ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന സന്തോഷമാണ് എന്നുള്ളതാണ് യഥാർത്ഥമായ വസ്തുത. സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സെൽഫ് ലവ്. എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്തിടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ, ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എവിടെയോ കപടതയുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക. നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുള്ളൂ, നമുക്ക് ഈ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. 3 കാഴ്ചപ്പാടുകളിലൂടെയാണ് നമ്മളുടെ സ്നേഹത്തെ നമുക്ക് കൊണ്ടുവേണ്ടത്. 1 സ്വയം സ്നേഹിക്കുക, മറ്റൊന്ന് നമ്മളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ കഴിയുക, 3 ഈ സൊസൈറ്റിയെ സ്നേഹിക്കാൻ കഴിയുക. അങ്ങനെ സ്നേഹത്തെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ സന്തോഷവാന്മാർ ആയിത്തീരുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പുഞ്ചിരി. നമ്മൾ പല മനുഷ്യരെ കാണുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ വഴിയിൽ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കാർ പാർക്ക് ചെയ്ത് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു സെക്യൂരിറ്റിയെ കാണാം. നമുക്കൊന്ന് ചിരിക്കാം. നമുക്ക് എന്താണ് നഷ്ടപ്പെടേണ്ടത്? ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളുണ്ടാകാം, അവിടെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. അതിൽ നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകാം, ആരെങ്കിലും ആയിക്കോട്ടെ. വലിപ്പ ചെറുപ്പങ്ങൾ കൂടാതെ നമുക്ക് പുഞ്ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പുഞ്ചിരിക്കും തോറും നമ്മുടെ മനസ്സിൽ സന്തോഷം വരും. നമ്മളുടെ മുഖത്ത് അതിൻ്റെ ഒരു തിളക്കമുണ്ടാകും, അതിൻ്റെ ഒരു ഭംഗിയുണ്ടാകും, യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷവാന്മാർ നമ്മളായിത്തീരുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻസുകളാണ്. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ആരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നിങ്ങളൊരു സഹായം ചെയ്തു കൊടുത്ത വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടി ഒരുപാട് വളർത്തിയ മക്കൾ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുണ്ടാകാം. നമ്മൾ അവരിൽ നിന്ന് ഒരു എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷിച്ചാൽ മാത്രമേ നമ്മൾക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുഃഖമില്ലാതെ സന്തോഷവാന്മാരായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അടുത്തൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് കിട്ടുന്നതെല്ലാം നമുക്ക് സന്തോഷമായിരിക്കും. നമ്മൾ എക്സെപ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഒക്കെ വന്നു ചേരുമ്പോൾ അത് നമുക്ക് കൂടുതൽ സന്തോഷവാന്മാരായി തീരാൻ നമുക്ക് കഴിയും. അടുത്തൊരു പോയിന്റ് നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഒരു ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യരുണ്ട്, അവരോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷങ്ങൾ വരും. നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി വൈകുന്നേരം നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇന്ന് എനിക്ക് നന്ദി പറയാനുള്ള ഒരു വ്യക്തികളുടെ ഒരു ലിസ്റ്റ് എടുത്തേ. നിങ്ങൾ ഇന്ന് യാത്ര ചെയ്തപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചെന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പോയപ്പോൾ ഒക്കെ കണ്ട ഒരുപാട് മനുഷ്യരുണ്ടാകും. നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തന്നവരുണ്ടാകാം. അവരോടൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു മനോഭാവം, ഒരു നന്ദിയുള്ളൊരു മനോഭാവം നിങ്ങൾ വളർത്തിയെടുത്താൽ നിങ്ങൾ വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ സന്തോഷമുള്ളൊരു മനസ്സായിട്ട്, ഒരു സ്നേഹമുള്ളൊരു മനസ്സായിട്ട്
നിങ്ങൾക്ക് മാറാൻ കഴിയും. അപ്പോൾ നന്ദിയുള്ളവരായിത്തീരുമ്പോൾ സന്തോഷവാന്മാരായിത്തീരും എന്നുള്ളതാണ് മെയിൻ കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലെസ്സിങ്സുകളെ എണ്ണുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്തത് എന്താ? നമുക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സ് വിഷമിപ്പിക്കുന്നവരാണ്, ഇല്ലേ? എനിക്ക് ജീവിതത്തിൽ അതായിത്തീരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മറ്റതായിത്തീരാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ നഷ്ടപ്പെട്ട കഥകളാണ് എന്നോട് കൂടുതൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, ചേട്ടന് കിട്ടിയ ബ്ലെസ്സിങ്സുകളൊന്ന് എണ്ണി നോക്കി. അവസാനം ബ്ലെസ്സിങ്സുകളെ എണ്ണി നോക്കി. ഞാൻ 1.5 മണിക്കൂർ സമയത്തോളം സംസാരിച്ചു. ആ ബ്ലെസ്സിങ്സുകളെല്ലാം എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെടലുകളല്ലായിരുന്നു കൂടുതലും ബ്ലെസ്സിങ്സുകളായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സുകൾ നമ്മൾ എണ്ണും തോറും നമ്മുടെ മനസ്സിൽ സന്തോഷം കൂടും. നിങ്ങൾക്കൊരു 100 ബ്ലെസ്സിങ്സ് കിട്ടിയിട്ട് ഒരു 10ഓ 20ഓ നഷ്ടപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷവാന്മാരല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സുകളെ നമുക്ക് എണ്ണുവാൻ നമുക്ക് കഴിയും തോറും നമ്മുടെ മനസ്സ് സന്തോഷമായിത്തീരും. മറ്റൊരു കാര്യം, എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മനസ്സ്, ഒരു മാനസിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് ക്ഷമിക്കാത്ത ഒരുപാട് മനുഷ്യരല്ലേ നമ്മൾ ലോകത്തിൽ കാണുന്നത്. അവർ ഇങ്ങനെ എന്നോട് തെറ്റ് ചെയ്തു, കാലങ്ങളായിട്ട് വർഷങ്ങളോളം മനസ്സിൽ അമർഷം മൂത്ത് നിൽക്കുന്ന, വൈരാഗ്യം നിറച്ചുകൊണ്ട് നിൽക്കുന്ന എത്ര മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ മനസ്സുകൾ വികലമായി പോവുകയുള്ളൂ. നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയണം. എത്ര തെറ്റ് ചെയ്തവനായാലും ക്ഷമിച്ചു കളയുക, നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയുക, മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. അങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു മാനസിക സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. ഈ സന്തോഷം കൂടുന്തോറും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും എല്ലാം അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മാനസിക സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. ഈ ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1-2 നല്ലൊരു ഫ്രണ്ട്സ് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് 1-2 വ്യക്തികളോടുണ്ടാകണം. അല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നതല്ല, മറിച്ച് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബന്ധങ്ങൾക്ക് എന്നും ഊഷ്മളത ഉണ്ടാകണം, സത്യസന്ധത ഉണ്ടാകണം, ആത്മാർത്ഥത ഉണ്ടാകണം, ജെന്യൂനിറ്റി ഉണ്ടാകണം. ജെന്യൂനിറ്റി ഉള്ള ബന്ധങ്ങൾ മാത്രമാണ് ലോങ് ടൈം നിലനിൽക്കുകയുള്ളൂ. നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങളുടെ എടുത്ത് നോക്കുക. നിങ്ങളുടെ ഇത്രയും പ്രായത്തിലെത്തി കഴിക്കുന്ന നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എത്ര ബന്ധങ്ങളെ നിലനിർത്തി എന്നുള്ളതിൽ, അതിലെത്ര ബന്ധങ്ങൾ ജെന്യൂനിറ്റി ഉള്ളതായിരുന്നു, നിങ്ങൾ എത്ര ജെന്യൂനായിട്ട് അവരോട് പെരുമാറി, നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സന്ദേശത്തിലേക്കുള്ള ഒരു വഴി. നമ്മുടെ നെറ്റ്വർക്കുകൾ കൂടട്ടെ, നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. അത് കൂടുന്തോറും നമ്മുടെ മനസ്സിൽ സന്തോഷം എന്നുള്ളത് നിറഞ്ഞു വരും. അതുപോലെ നമ്മൾ നല്ല ബന്ധങ്ങളിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല, നമ്മൾ ക്വാളിറ്റി ഓഫ് ടൈം. നമ്മൾ കുറച്ച് സമയമാണ് ഒരാളുടെ ഒപ്പം ചെലവഴിക്കുന്നെങ്കിൽ പോലും അതൊരു ക്വാളിറ്റി ആയിട്ട് ചെലവഴിക്കുമ്പോൾ ആ വ്യക്തിയും സന്തോഷം, നിങ്ങളും സന്തോഷവാൻ. നമ്മളൊരു ആ വ്യക്തിയോട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും, സങ്കടങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. ഈ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴെന്താ, സന്തോഷം കൂടി വരും. എന്നാൽ സങ്കടം പങ്കുവയ്ക്കുമ്പോഴോ സങ്കടം കുറഞ്ഞു വരും. അപ്പോൾ നമുക്കൊരു വ്യക്തിയോട് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷവും ആത്മാർത്ഥതയും എല്ലാം നിറഞ്ഞു വരുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അടുത്തത്, ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുക. നമ്മുടെ വിജയങ്ങളെ പോസിറ്റീവായിട്ട് കാണുക, നമ്മുടെ തോൽവികളെ പോസിറ്റീവായിട്ട് കാണുക. ആ തോൽവിയിൽ നിന്ന് നമ്മൾ എന്താണ് ലേൺ ചെയ്തത്, അങ്ങനെ ഒരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുമ്പോൾ, എന്തിലും പോസിറ്റീവ് കാണുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷമുള്ള ഒരു മനസ്സായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞതിൽ ഫ്രണ്ട്സ് ഉണ്ടാവുക എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തൊട്ടുമുമ്പ് പറഞ്ഞ പോയിന്റ് പോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക. ഒരു 1-2 നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷവാന്മാരാണ്. അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവുക. ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ്, എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഷൈജു വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു ടെലിപ്പതി ആയിരിക്കാം, അറിയില്ല. നമുക്ക് മനസ്സിന് ബന്ധമുള്ള ഒരുപാട് മനുഷ്യരൊന്നും വേണ്ട, 2-3 മനുഷ്യർ നമുക്ക് അവർക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കോള് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോള് അങ്ങോട്ട് ചെല്ലുമ്പോൾ അതൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷവാന്മാരായിട്ടുള്ള മനുഷ്യരായിട്ട്, നല്ല ബന്ധങ്ങളുള്ള മനുഷ്യരായിട്ട് നമുക്ക് തീരാൻ കഴിയണം. അടുത്തത്, മറ്റുള്ളവർക്കൊരു സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവം. വലിയ കാര്യങ്ങളൊന്നും വേണ്ട,
നമുക്ക് പല രീതിയിൽ സഹായം ചെയ്തു കൊടുക്കാം. പൈസ കൊണ്ട് മാത്രമല്ലല്ലോ നമുക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പൈസ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ഒരു സമാശ്വസിപ്പിക്കൽ കൊണ്ട്, അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങളുണ്ടാകാം. അതുപോലെ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മറ്റൊരു കാര്യമാണ് താരതമ്യം. ആർക്കും ആരെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കണ്ണിൻ്റെ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ തമ്പ് ഇംപ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യുണീക്കാണ്. അപ്പോൾ എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ അതുകൊണ്ട് ആരും ആരെയും താരതമ്യം ചെയ്യേണ്ട. എൻ്റെ കഴിവുകളല്ല നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ കഴിവുകളല്ല എൻ്റെ കഴിവ്. ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടാണ് ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് താരതമ്യം വേണ്ട. താരതമ്യം ഉണ്ടാകും തോറും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. നമ്മൾ എന്തിനെ താരതമ്യം ചെയ്യുന്നു, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് താരതമ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ലൈഫ് നമുക്കുണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടുതലായിട്ട് സന്തോഷത്തിലേക്ക് കടന്നു വരും. ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലായാലും മനസ്സിലായാലും മുഖത്തായാലും നമുക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ സൗന്ദര്യത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. അത് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം, പലരും ഒരുപാട് ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. എങ്ങനെയാണ് കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് മുഖം തുടുക്കുന്നത്, എങ്ങനെയാണ് മുഖത്ത് നിറവുണ്ടാകുന്നത്? നിങ്ങൾക്കിതെല്ലാം വേണോ? നിങ്ങളുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകും. അതാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം. ഈ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൂടുതൽ ആരോഗ്യവാന്മാരായിത്തീരും, കൂടുതൽ സന്തോഷവാന്മാരായിത്തീരും, കൂടുതൽ ഭംഗിയുള്ളവരായിത്തീരും. അങ്ങനെ ഓരോരുത്തർക്കും നല്ല സന്തോഷമുള്ള മുഖം, നല്ല സന്തോഷമുള്ള മനസ്സ് എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ, നല്ലൊരു മനസ്സുണ്ടാകട്ടെ, നല്ല സന്തോഷമുണ്ടാകട്ടെ, നല്ല ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല ഒരു മനസ്സുണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ.